നമസ്കാരം. നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഒരു പേര്, ഒരു ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നിങ്ങളതിന് ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളത് മറന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടോ നിങ്ങളതിന് ട്രേഡ് മാർക്കിന് അപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് അപേക്ഷിക്കണമെന്ന് തോന്നുകയാണ്. എന്ത് ചെയ്യാനായിട്ട് കഴിയും? ആസ് യൂഷ്വൽ നമുക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരും ആ പേര് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനകത്തൊരു വിഷയമുള്ളത്, നിങ്ങൾ 10 വർഷം ആയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ 10 വർഷമായിട്ട് ഈ പേര് നിങ്ങൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കുറച്ചേ ആയിട്ടുള്ളൂ, കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്ലൈ ചെയ്തിട്ട്. അപ്പം എപ്പോഴാണോ അപ്ലൈ ചെയ്തത് അന്ന് മുതലായിരിക്കും ഈ ട്രേഡ് മാർക്കിൻ്റെ വാലിഡിറ്റി വരുന്നത്, അല്ലേ? അതായത് രജിസ്റ്റേർഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഡേറ്റ് ആയിരിക്കും, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഡേറ്റ് ആയിരിക്കും കാണുന്നത്. പക്ഷേ നിങ്ങൾ 10 വർഷം മുമ്പ് വരെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്? ഇവിടെ നമുക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, പ്രപ്പോസ്ഡ് ടു ബി യൂസ്ഡ്, അതായത് നിങ്ങൾ ഈ പേര് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രേഡ് മാർക്ക് കിട്ടിയതിന് ശേഷമേ, രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷമേ നിങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ യൂസ്ഡ് സിൻസ് എന്ന് പറഞ്ഞിട്ട് എപ്പോൾ മുതലാണോ നിങ്ങൾ ഈ ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്നത് അന്ന് മുതലുള്ള, ഈ പേര് ഉപയോഗിക്കുന്നത് അന്ന് മുതലുള്ള ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 5/5/2010 മുതലാണ് നിങ്ങൾ ഈ പേര് ഉപയോഗിക്കുന്നത്. ഈ സ്ഥാപനം നിങ്ങൾ ആരംഭിച്ചത് അന്നായിരുന്നു. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ്ഡ് സിൻസ് എന്ന് പറഞ്ഞിട്ട് 5/5/2010 എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കിട്ടും. ഈവൻ ഒബ്ജക്ഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഹിയറിങ്ങിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അന്ന് മുതൽ ഈ പേര് യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടും. ഈവൻ അതിന് ശേഷം വേറെ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കായിരിക്കും അതിന് പ്രയോറിറ്റി കിട്ടുന്നത്. ഓക്കെ, എന്ന് വെച്ച് 100% നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് കിട്ടുമെന്നുള്ളൊരു അർത്ഥമല്ല ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടും, ഒരു പടി മുന്നിൽ നിങ്ങൾക്ക് നിൽക്കാനായിട്ട് കഴിയും. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് കഴിയണം. 5/5/2010 മുതൽ നിങ്ങൾ ഈ പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം. എങ്ങനെ തെളിയിക്കാനായിട്ട് കഴിയും? കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് പർച്ചേസ് ബില്ല്, സെയിൽസ് ബില്ല്, അന്ന് നിങ്ങൾ പത്രത്തിൽ മറ്റോ പരസ്യം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഹിയറിംഗ് ടൈമിൽ നിങ്ങളത് കാണിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങളൊരു അഫിഡവിറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അന്ന് മുതൽ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടറി സൈനൊക്കെ ചെയ്തിട്ട് ഒരു അഫിഡവിറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അന്ന്, അതായത് ആ 5/5/2010 അല്ലെങ്കിൽ നിങ്ങൾ എന്ന് മുതലാണോ ക്ലെയിം ചെയ്യുന്നത് അന്നത്തെ എന്ത് വേണം? പ്രൂഫ് വേണം. അന്നത്തെ ആ ഡേറ്റുള്ള പർച്ചേസ് ബില്ലോ സെയിൽസ് ബില്ലോ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ പർച്ചേസ് ബില്ലോ സെയിൽസ് ബില്ലോ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഡേറ്റ് നിങ്ങൾ യൂസ്ഡ് സിൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് മാത്രമല്ല, ഓരോ പീരീഡിലത്തെയും, ഓരോ മാസത്തെ അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോഴുമുള്ള ഈ പർച്ചേസ് ബില്ലും സെയിൽസ് ബില്ലും, കാരണം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവായിട്ട് അന്ന് മുതലുള്ള സെയിൽസ് ബില്ലോ പർച്ചേസ് ബില്ലോ ടാക്സ് ബില്ലോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് കഴിയണം. ആൻഡ് ഈ എല്ലാ പ്രൂഫുകളും, എല്ലാ ഡോക്യുമെൻറ്റ്സിലും നിങ്ങൾ കൊടുക്കുന്ന ആ ബ്രാൻഡ് നെയിം അതിനകത്ത് ഉണ്ടാവും വേണം. കാരണം ആ ബ്രാൻഡ് നെയിമാണ് നിങ്ങൾ അന്ന് മുതൽ യൂസ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ്ഡ് സിൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് കൊടുക്കാം, നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലഭിക്കുന്നുണ്ടാവും. പണ്ട് മുതലേ യൂസ് ചെയ്യാണെന്നുള്ളത് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായാലോ. അതായത് നിങ്ങൾക്ക് പ്രയോറിറ്റി ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. അതായത് എന്തെങ്കിലും ഒബ്ജക്ഷൻ പ്രൊസീഡിങ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അന്ന് മുതലേ ഈ പേര് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് സ്ഥാപനത്തെക്കാളും അവരുപയോഗിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ ഈ പേര് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒബ്ജക്ഷനിൽ നിന്നും മാറാനായിട്ട് കഴിയും, അത് റിലീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. സോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കൺസൾട്ടൻസിനെ കൂടി നിങ്ങൾ സമീപിക്കുക. നമ്മൾ ട്രേഡ് മാർക്ക് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.